Dear students, welcome to the new video lecture on circuits and networks. I am Deepak Videv from Department of Electrical and Electronics Engineering with the Academy of Science and Technology. Today I will be explaining a problem related to Y parameter. So this is the problem. We have to find the Y parameter for the circuit shown. ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പൈ നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, പൈ ഫോമിലുള്ള നെറ്റ്വർക്ക് ആയതുകൊണ്ടാണ് അതിന് പൈ നെറ്റ്വർക്ക് എന്ന് പറയാം. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് പാരാമീറ്ററിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ടി ഫോമിലുള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൻ്റെ സെഡ് പാരാമീറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ അതിന് പകരം എന്താണ്, നമ്മളൊരു പൈ നെറ്റ്വർക്കാണ്. ആ പൈ നെറ്റ്വർക്കിൽ ഈ ഇമ്പിഡൻസ് അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ആൻ അഡ്മിറ്റൻസ്. ഓക്കെ, അഡ്മിറ്റൻസ് ആണ്. വൈ എ, വൈ സി ആൻഡ് വൈ ബി ആർ ദ അഡ്മിറ്റൻസ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇങ്ങനൊരു റെസിസ്റ്റൻസ് ഇങ്ങനൊരു സർക്യൂട്ട് തന്നിട്ടുണ്ടാവും. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂസൊക്കെ തന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ 2 ഓം, 3 ഓം, 4 ഓം, അപ്പോൾ ഇതൊക്കെ ഇമ്പിഡൻസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, വൈയിലേക്ക് ആക്കിയിട്ട് വേണം ഈ പ്രോബ്ലത്തിനൊരു റിസൾട്ട് ഉണ്ട്, ആ റിസൾട്ടിലത്തെ ഫോർമുലാസ് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, സോ ഇവിടെ വൈ എ ആൻഡ് വൈ സി ആൻഡ് വൈ ബി ആർ ദ വൈ പാരാമീറ്റർ, വൈ ദാറ്റ് മീൻസ് അഡ്മിറ്റൻസ് ഓഫ് ദ റെസ്പെക്റ്റീവ് ബ്രാഞ്ചസ്. നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ വൈ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ വൈ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ്, ആദ്യം വൈ പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് എഴുതണം. സോ ബേസിക് ആയിട്ടുള്ള വൈ പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ കാണിച്ചിരിക്കുന്ന I1 is equal to Y11 V1 plus Y12 V2 and I2 is equal to Y21 into V1 plus Y22 V2. ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് വൈ പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇപ്പോൾ സപ്പോസ് ഞാൻ എന്ത് ചെയ്യുകയാണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, V2നെ 0 ആക്കുക. V2നെ 0 ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2നെ 0 ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ, ഈ ആദ്യത്തെ ഇക്വേഷനിൽ തന്നെ V2 0 ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ടേമുകളും പോവും. അപ്പോൾ ബാക്കിയുള്ളതെന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, Y11 is equal to I1 by V1 എന്ന് വരും. അതേപോലെ ഇതിൽ നിന്ന് എന്ത് വരും, Y21 is equal to I2 by V1 എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വെൻ V2 is equal to 0, ഇതാണ് നമ്മുടെ ഒറിജിനൽ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിൽ എന്ത് ചെയ്യണം, V2നെ 0 ആക്കണം. V2നെ 0 ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് ചെയ്യണം. ഇവിടെ ആ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞുള്ള നെറ്റ്വർക്കാണ് ഈ അടിയിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വെൻ V2 is equal to 0 നമ്മുടെ സർക്യൂട്ട് എങ്ങനെയാവും, ഇതേപോലെയാവും. ഇവിടെ ഷോർട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ട്, രണ്ടാമത്തെ ഈ സർക്യൂട്ട് വരച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, V2 0 ആയി. ഓക്കെ, നമ്മൾക്ക് എന്താണ് V1 ഉണ്ട്. V1 ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുക, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ എന്താണ്, V1 ആണ്. അവിടെ നിന്നുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, I1 ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ദെൻ ആ കറണ്ട് എന്താ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വൈ സിയിലുള്ള കറണ്ടും വൈ എയിലുള്ള കറണ്ടും ഡിഫറൻ്റ് ആയിരിക്കും, I1 ആയിരിക്കില്ല. ദെൻ ഇവിടെ വന്നു, ഇവിടെ ശരിക്കും പറഞ്ഞാൽ I2 ഉണ്ട്. I2 എന്ന് പറയുന്നത് എന്താണ്, ഈ ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ്. ശരിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം ഷോർട്ട് ആയതുകൊണ്ട് ഇവിടെയുള്ള അഡ്മിറ്റൻസിൽ കൂടെ അല്ലെങ്കിൽ അവിടെയുള്ള ഇമ്പിഡൻസിൽ കൂടെ എന്ത് പോവില്ല, കറണ്ട് പോവില്ല. അപ്പോൾ ഏതെങ്കിലും ഇമ്പിഡൻസോ അല്ലെങ്കിൽ അഡ്മിറ്റൻസോ ഷോർട്ടായി കഴിഞ്ഞാൽ ആ ഷോർട്ടിൽ കൂടെ ആയിരിക്കും എന്ത് പോവുക, കറണ്ട് ഫ്ലോ ചെയ്യുക. അതുകൊണ്ട് തന്നെ വൈ ബി എന്ന് പറയുന്ന അഡ്മിറ്റൻസിൽ കൂടെ എന്തുണ്ടാവില്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ വൈ ബി എന്ന് പറയുന്നത്, കറണ്ട് ഇല്ലെങ്കിൽ അവിടെ വോൾട്ടേജ് ഉണ്ടാവില്ല. സോ വൈ ബി വരയ്ക്കുന്നതും വരയ്ക്കാത്തതും ഒരേപോലെയാണ്. സോ അത് വരയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് വെൻ V2 is equal to 0 നമ്മളിത് ഷോർട്ടാവുമ്പോൾ വൈ ബി അവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ സർക്യൂട്ടായിട്ടും നമ്മൾ മാറും. ആ സർക്യൂട്ടിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം, I1 by V1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, Y11 കിട്ടും. ആ സർക്യൂട്ടിൽ തന്നെ I2 by V1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, Y21 കിട്ടും. സോ ദിസ് ഈസ് ദ ജനറൽ പ്രൊസീജിയർ. ഓക്കെ, ഇങ്ങനെ അല്ലാണ്ടും നമുക്ക് പല വേറെ രീതിയിലും ചെയ്യാം. സോ ഇതാണ് എന്ത്, ഏത് പ്രോബ്ലത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഇത്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, സോ ഇതിൽ നിന്ന്, ഈ സർക്യൂട്ടിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആദ്യം നമ്മുടെ Y11 കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, അത് ഷോർട്ട് ചെയ്തുകൊണ്ട് ആ വൈ ബിനെ നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. സോ നമ്മുടെ സർക്യൂട്ട് എന്താ, ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടായിട്ട് മാറി. ആ സർക്യൂട്ടിൽ നിന്ന് I1 by V1 കണ്ടുപിടിക്കണം. അപ്പോൾ ശരിക്കും I1 by V1 കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും മുമ്പ് നമുക്ക് എന്ത് വേണമെങ്കിൽ എന്ത് പറയാം, നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, ഈ വൈ എന്ന് പറയുന്നത് ഈ പോയിൻറ്റിനും ഇടയിലാണ്. അതേപോലെ വൈ സി ആണെങ്കിലും ഈ പോയിൻറ്റിനും ഇത് ഡയറക്റ്റ്ലി ഷോർട്ടഡ് ആണ്. ഓക്കെ,
സോ വൈ എ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് എ എന്ന് പറയുന്ന ഒരു നോഡായിട്ട് എടുക്കുക, ഇത് ബി ആണെന്ന് വിചാരിച്ചാൽ എക്കും ബിക്കും ഇടയിലാണ് വൈ എ. അതേപോലെ വൈ സി എന്ന് പറയുന്ന അഡ്മിറ്റൻസും എക്കും ബിക്കും ഇടയിലാണ്. ഓക്കെ, സോ എന്താണ് ഈ വൈ എയും വൈ സിയും ഈ രണ്ട് അഡ്മിറ്റൻസുകൾ എന്താണ് പാരലലാണ്. ഓക്കെ, ഇത് ഈ വൈ എനെ നമുക്ക് എന്താ പറയാം 1/Z എന്ന് പറയാം. വൈ സി എന്ന് പറയുന്നത് എന്താണ് 1/Z ആണ്. അപ്പോൾ ഈ സെഡ് എയും സെഡ് സിയും എന്താണ് പരസ്പരം പാരലാന്ന് പറയാം. അപ്പോൾ അത് അതിൻ്റെ ഈക്വലൻ്റ് ആയ ഇമ്പിഡൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ അഡ്മിറ്റൻസിൻ്റെ കേസുകളിലാണെങ്കിൽ ഇപ്പോൾ വൈ എ ഒരു പാരലൽ ബ്രാഞ്ചിലത്തെ അഡ്മിറ്റൻസ് വൈയും y1 മറ്റൊരു പാരലൽ ബ്രാഞ്ചിൻ്റെ അഡ്മിറ്റൻസ് y2 ആണെങ്കിൽ ടോട്ടൽ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും y1 + y2 ആയിരിക്കും അല്ലേ. ഇനി നോക്കുക, ഈ y11 എന്ന് പറയുന്നത് എന്താണ് I1/V1 ആണ്. സോ ഇൻപുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള അഡ്മിറ്റൻസിനെയാണ് എന്ത് പറയുക y11 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സെറ്റ് പാരാമീറ്ററിൽ പറയുമ്പോൾ V1/I1 എന്ന് പറയുന്നത് എന്താണ് ഇൻപുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഈക്വലൻ്റ് ഇമ്പിഡൻസ് എന്ന് പറയും. ഇവിടെ നേരെ തലതിരിച്ച് I1/V1 എന്ന് പറയുന്നത് എന്താണ് ഇൻപുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള അഡ്മിറ്റൻസ് ആണ്. സോ ആ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് അഡ്മിറ്റൻസ് സീൻ ഫ്രം ദിസ് ടെർമിനലാണ്. അതെന്ന് പറയുന്നത് എന്താണ് വൈ എയും വൈ സിയും പാരലാന്ന് പറഞ്ഞു. ഓക്കെ, സോ ഈ സർക്യൂട്ടിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം വൈ സിനെ ഇങ്ങനെ വരച്ചാലും മതി പാരലാക്കിയിട്ട്. അപ്പോൾ വൈ എ ആൻഡ് വൈ സി ആർ ദ പാരലൽ അഡ്മിറ്റൻസ്. സോ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഇഫക്റ്റീവ് അഡ്മിറ്റൻസ് എന്തായിരിക്കും വൈ എ പാരലൽ വൈ സി. വൈ എ പാരലൽ വൈ സി എങ്ങനെ കണ്ടുപിടിക്കുക, വൈ എ + വൈ സി ചെയ്താൽ മതി. ഇമ്പിഡൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം Z1 × Z2 / Z1 + Z2 ചെയ്യണം. അതുപോലെ y1 പാരലൽ y2 ആണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് അഡ്മിറ്റൻസ് എന്തായിരിക്കും y1 + y2 ആയിരിക്കും. ഇവിടെ വൈ എയും വൈ സിയും ആണ് പാരലായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വൈ എ + വൈ സി ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ y11 കിട്ടി. എന്താണ് വൈ എ + വൈ സി എന്ന് കിട്ടി. ഇനി ഈ സർക്യൂട്ടിൽ നിന്ന് തന്നെ എന്ത് കണ്ടുപിടിക്കണം y21 കണ്ടുപിടിക്കണം. y21 എന്ന് പറയുന്നത് എന്താണ് I2/V1 ആണ്. I2 ഇവിടെയാണ്. ഓക്കെ, V1 എന്ന് പറയുന്നത് ഇപ്പുറത്ത് ഇവിടെയാണ് കിടക്കുന്നത്. ഈ I2ഉം V2ഉം തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം അതിന് നമുക്ക് എന്ത് നോക്കാം, ഈ I2 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ ഈ വൈ സി കൂടെ പോകുന്ന കറണ്ടാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ വൈ സിക്ക് അക്രോസുള്ള വോൾട്ടേജ് ഈ വൈ എയും വൈ സിയും പാരലൽ ആയതുകൊണ്ട് വൈ എക്ക് അക്രോസുള്ള വോൾട്ടേജ് എന്താണ് V1 ആണ്. വൈ സിക്ക് അക്രോസുള്ള വോൾട്ടേജ് എന്ത് തന്നെയാണ് V1 ആണ്. ഈ സർക്യൂട്ടിന് നമുക്ക് ഇങ്ങനെയും വരയ്ക്കാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ വോൾട്ടേജ് V1 ആണ്. ഇതൊരു വൈ എ ഉണ്ട്, ഇവിടെ ഒരു വൈ സി ഉണ്ട്. ഇങ്ങനെ വരയ്ക്കാം. വൈ എ ഇത് വൈ ആണേ, വൈ എ ആൻഡ് വൈ സി. വൈ സി കൂടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് എന്ത് I2. ഇങ്ങനെയും വരയ്ക്കാം. ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, V1 ഈസ് ഈക്വൽ ടു ശരിക്കും പറഞ്ഞാൽ കറൻറ്റ് V1ൻ്റെ പൊളാരിറ്റി ഇവിടെ പ്ലസും ഇവിടെ മൈനസുമാണ്. കറൻറ്റ് അടിയിൽ നിന്ന് മുകളിലോട്ടായതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെ പൊളാരിറ്റി എന്തായിരിക്കും അടിയിൽ പ്ലസും മുകളിൽ മൈനസും ആയിരിക്കും. ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ്. ഓക്കെ, ഇതിന് അക്രോസുള്ള വോൾട്ടേജ് എന്താണ് V1 ആണ്. ആ വോൾട്ടേജിനെ കറണ്ടിൻ്റെയും അഡ്മിറ്റൻസിൻ്റെയും ടേംസിൽ കറണ്ട് ഇൻറ്റു ഇമ്പിഡൻസ് ആണ് എന്ത് വോൾട്ടേജ്. അപ്പോൾ കറണ്ട് ഇൻറ്റു അഡ്മിറ്റൻസിൻ്റെ ടേംസിൽ പറയണമെങ്കിൽ എന്ത് വേണം കറണ്ട്/അഡ്മിറ്റൻസ് ആണ് വോൾട്ടേജ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ഇപ്പോൾ ഇതിന് വൈ സിക്ക് അക്രോസുള്ള വോൾട്ടേജ് V1 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം -I2 × വൈ സി എന്ന് എഴുതാം. ഓക്കെ, സോറി ഇൻറ്റു അല്ല /IC വൈ സി, കാരണം വൈ എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് ആണ്. സോ V1ൻ്റെ പൊളാരിറ്റി ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്ലസും ഇവിടെ മൈനസുമാണ്. നമ്മുടെ കറണ്ട് ഇവിടെ നിന്ന് ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആയിരിക്കും. അപ്പോൾ V1ൻ്റെയും കറണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന വോൾട്ടേജിൻ്റെയും പൊളാരിറ്റി പരസ്പരം ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത് V1 ഈസ് ഈക്വൽ ടു കറൻറ്റ് -I2 × ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഇമ്പിഡൻസ് ആണ് വേണ്ടത് ഡിവൈഡഡ് ബൈ അഡ്മിറ്റൻസ് ആയി. കറണ്ട് ഇൻറ്റു ഇമ്പിഡൻസിന് പകരം കറണ്ട് ഡിവൈഡഡ് ബൈ അഡ്മിറ്റൻസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും y2/V1 എന്ന് കിട്ടും. സോ ഞാനൊന്നും കൂടി എഴുതുന്നു, V1 ഈസ് ഈക്വൽ ടു എന്തെന്നാ കിട്ടുക -I2 ഡിവൈഡഡ് ബൈ വൈ സി എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് I2/V1 ആണ്. സോ I2/V1 ഇതിൽ നിന്ന് ഇതാണ് V1ഉം I2ഉം തമ്മിലുള്ള റിലേഷൻ. നമ്മളൊരു റിലേഷൻ കണ്ടുപിടിച്ചു. ആ റിലേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം I2/V1 എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും
I2/V1. ഈ V1 നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുപോയി. ബാക്കിയുള്ള ആ മൈനസും വൈസും ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. അപ്പോൾ ഞാനത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് എഴുതുന്നത് മാത്രം -YC എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം, Y21 = -YC എന്ന് എഴുതാം. അപ്പോൾ Y11 കിട്ടി, Y21 കിട്ടി. ഓക്കെ, ഇനി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, I1/V1 കാണാൻ എന്താണ്, ഇവിടെ നോക്കുമ്പോഴുള്ള ടോട്ടൽ ഇഫക്റ്റീവ് അഡ്മിറ്റൻസ് കണ്ടുപിടിച്ചു. അതെന്താണ്, YA + YC ആണ്. അഡ്മിറ്റൻസ് ആയതുകൊണ്ടാണ് ആഡ് ചെയ്തത്. ഇംപീഡൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, Z1 × Z2. നമ്മൾ ഇംപീഡൻസ് എവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, Z പാരാമീറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാരലൽ വന്നു കഴിഞ്ഞാൽ Z1 × Z2 / Z1 + Z2 ചെയ്യണം. ഇവിടെ അഡ്മിറ്റൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ആഡ് ചെയ്യാം, YAയും YCയും ആഡ് ചെയ്യാം. സോ Y11 എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും, YA + YC എന്ന് കിട്ടും. അതേപോലെ Y21 കിട്ടുന്നത് എന്ത് കിട്ടും, -YC എന്ന് കിട്ടും. ഓക്കെ, സോ Y11 കിട്ടി, Y21 കിട്ടി. ഇനി അപ്പോൾ എന്തൊക്കെ കിട്ടി, Y11 കിട്ടി, ഇത് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, Y12ഉം Y22ഉം കണ്ടുപിടിക്കണം. അതിന് V1 നമ്മൾ 0 ആക്കണം. സോ ഇത് കിട്ടി, V1 0 ആക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്, V1 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഷോർട്ട് ചെയ്യണം. ഇവിടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഈ അഡ്മിറ്റൻസ് അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലാത്ത പോലെയാവും. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് എങ്ങനെയാവും, ഇങ്ങനെയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, നമ്മുടെ V2 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്. V2 അതൊരു ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കറണ്ടാണ് എന്ത്, I2. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, I1 എന്ന് പറയുക. ഇവിടെ വോൾട്ടേജ് മാത്രം ഇല്ല. ഓക്കെ, സോ അങ്ങനെയാണ് ഈ സർക്യൂട്ട് വന്നത്. ഈ സർക്യൂട്ടിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, Y12ഉം Y22ഉം കണ്ടുപിടിക്കാം. Y22 ആദ്യം കണ്ടുപിടിക്കുക. എന്താണ് Y22 എന്ന് പറയുന്നത്, I2/V2 ആണ്. അതെന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് കറണ്ടും തമ്മിലുള്ള റിലേഷനാണ്. സോ അത് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള അഡ്മിറ്റൻസ് ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴായാലും ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ YB എന്ന് പറയുന്നത് ഈ പോയിന്റിനും ഈ പോയിന്റിനും ഇടയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. YC എന്നും പറയുന്നതും സെയിം 2 പോയിന്റുകൾക്ക് ഇടയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ YCയും YB എന്താണ്, പാരലലാണ്. സോ ഇഫക്റ്റീവ് അഡ്മിറ്റൻസ് സീൻ ഫ്രം ദിസ് പോയിന്റ് വിൽ ബി ഈക്വൽ ടു YC + YB. അങ്ങനെയാണ് ഇത് എന്ത് കിട്ടിയത്, YC + YB കിട്ടിയത്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Y12 കാണണമെങ്കിൽ I1ഉം V2ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ V2 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. ഇത് ഈ YCക്ക് അക്രോസുള്ള വോൾട്ടേജ് തന്നെയാണ് V2. പക്ഷേ V2ൻ്റെ പൊളാരിറ്റി ഈ സൈഡിൽ പ്ലസും ഈ സൈഡിൽ മൈനസും ആണ് V2ൻ്റെ പൊളാരിറ്റി കിടക്കുന്നത്. ഇവിടെ വരയ്ക്കുന്നത് തന്നെ ഞാൻ ഇവിടെ വരച്ചു എന്നുള്ളൂ. ഓക്കെ, സോ V2 എന്ന് പറയുന്നത് ഈ YCക്ക് അക്രോസ് ഇങ്ങനെ കിടക്കുന്ന വോൾട്ടേജാണ്. ഈ I1 എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ I1ൻ്റെ പ്രകാരം ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ് ഈ YCക്ക് അക്രോസുള്ള വോൾട്ടേജ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, V2 = -I1/YC എന്ന് എഴുതാം. അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, I1/V2 കിട്ടും. ദാറ്റ് ഈസ് -YC എന്ന് കിട്ടും. അതാണ് ഇവിടെ -YC എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ ഓരോന്നും ആയിട്ട് തന്നെ എഴുതുക. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക. ആദ്യം Y പാരാമീറ്റർ എഴുതുക. ദെൻ Y പാരാമീറ്റർ എഴുതിയിട്ട് അതിന് ശേഷം എന്ത് എഴുതുന്നു, വെൻ V2 = 0 ആകുമ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഈ സർക്യൂട്ട് വരച്ചിട്ടാണ്, അതിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സിമ്പിൾ സർക്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ജനറൽ ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ്. സോ സിമ്പിളായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട് ആകുമ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം വേറെ മെത്തേഡുകളായിരിക്കും. അത് പറയാം ഞാൻ. സോ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്, ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇതൊരു എന്താണ് പൈ നെറ്റ്വർക്കാന്ന് പറഞ്ഞു. പൈ നെറ്റ്വർക്കിൻ്റെ Y പാരാമീറ്റർ കാണാൻ എളുപ്പമാണ്. അപ്പം ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് പകരം സപ്പോസ് തന്നിരിക്കുന്നത് ഒരു റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അതൊരു പൈ നെറ്റ്വർക്കാണെന്നുള്ളത്. അപ്പോൾ ഇത് 2 ohm ആണ്, ഇത് 4 ohm ആണ്, ഇത് 8 ohm ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ Y പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, Y പാരാമീറ്റർ, പൈ നെറ്റ്വർക്കിൻ്റെ Y പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ, Y പാരാമീറ്റർ ഇപ്പോൾ Y11 കാണാൻ എന്ത് ചെയ്താൽ മതി, ഇവിടുത്തെ അഡ്മിറ്റൻസും ആഡ് ചെയ്താൽ മതി. YA + YC എന്ന് അറിയാം. അപ്പോൾ നമ്മൾ അഡ്മിറ്റൻസുകളാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ശരിക്കും എന്താണ്, ഓമിലാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എൻ ഇംപീഡൻസ്. ഇതും ഇംപീഡൻസാണ്. അഡ്മിറ്റൻസ് ആക്കണമെങ്കിൽ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ അതായത് ഇവിടുത്തെ അഡ്മിറ്റൻസ് എന്താവും, 1/4 ആവും. ഇവിടുത്തെ അഡ്മിറ്റൻസ് എന്താവും, 1/2 ആവും. സോ Y11 വിൽ ബി 1/2 + 1/4 ആയിരിക്കും ആ സർക്യൂട്ടിൻ്റെ. ഓക്കെ,
അതേപോലെ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ഇതാണ് സർക്യൂട്ട് എങ്കിൽ y11 ഇസ് ഈക്വൽ ടു എന്താണ് YA പ്ലസ് YC ആണ്. ഓക്കെ, അതേപോലെ y22 നമുക്ക് വേഗം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് YB പ്ലസ് YC ആണ്. അത് രണ്ടും ആ അഡ്മിറ്റൻസുകൾ ആഡ് ചെയ്താൽ മതി. ദെൻ നമ്മുടെ y12ഉം y21ഉം ഈക്വൽ ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? മൈനസ് ഓഫ് YCക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ഇമ്പീഡൻസ് ആയിരിക്കും തോന്നുന്നുണ്ടാവുക. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് വേണം ആഡ് ചെയ്യാൻ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതൊരു മെത്തേഡ്. ഇതേപോലെ തന്നെ വേറൊരു മെത്തേഡ് നമുക്ക് കമ്പയർ ചെയ്തിട്ട്, അത് ആ മെത്തേഡ് നമുക്ക് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണെങ്കിൽ ഏത് സർക്യൂട്ടിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന വേറൊരു മെത്തേഡാണ്. അതാണിപ്പോൾ ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇതേ സർക്യൂട്ട് തന്നെ എടുത്തു. നമുക്കറിയാം വൈ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് വൈ പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ. ഇതേപോലുള്ള ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. KCL KVL അപ്ലൈ ചെയ്തിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ KCL ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇൻകമിങ് കറണ്ട്, ഇതൊരു കറണ്ടിൻ്റെ ഇക്വേഷൻ പോലെ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ KCL. ഈ നമ്മുടെ സെറ്റ് പാരാമീറ്റർ കണ്ടുപിടിക്കാൻ വെച്ചാൽ KVL അപ്ലൈ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് എളുപ്പം. ഓക്കെ, ഇവിടെ KCL ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സോ ഇങ്ങോട്ട് വരുന്ന കറണ്ട് I1 ആണ്. ഇങ്ങോട്ട് പോകുന്ന കറണ്ട് എന്തായിരിക്കും? അവിടുത്തെ വോൾട്ടേജ് ബൈ ഇമ്പീഡൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻറ്റു അഡ്മിറ്റൻസ് എന്ന് പറയാം. സോ V1 ഇൻറ്റു YA വിൽ ബി ദ കറണ്ട് ത്രൂ ദിസ് YA. ഓക്കെ, ഇങ്ങോട്ട് വരുന്നത് I1, ഇങ്ങോട്ട് പോകുന്നത് എന്താണ്? V1 ഇൻറ്റു YA. ഇങ്ങോട്ട് പോകുന്നത് എന്താണ്? ഇവിടുത്തെ വോൾട്ടേജ് V1 ആണ്, ഇവിടുത്തെ വോൾട്ടേജ് V2 ആണ്. സോ V1 മൈനസ് V2 ഇൻറ്റു അവിടുത്തെ അഡ്മിറ്റൻസ് YC എന്ന് എഴുതാം. സോ ഇൻകമിങ് കറണ്ട് I1, ഇങ്ങോട്ട് പോകുന്ന കറണ്ട് V1 ഇൻറ്റു YA, ഇങ്ങോട്ട് പോകുന്ന കറണ്ട് ഇവിടുത്തെ വോൾട്ടേജ് V1 മൈനസ് V2 ഇൻറ്റു YC എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഇവിടെയും KCL അപ്ലൈ ചെയ്യാം. I2 ഇൻകമിങ് കറണ്ട്, ഇങ്ങോട്ട് പോകുന്ന കറണ്ട് എന്തായിരിക്കും? V2 ഇൻറ്റു YB. അതാണ് ഇവിടെ V2 ബൈ ഇൻറ്റു YB എന്ന് എഴുതിയത്. ദെൻ ഇങ്ങോട്ട് പോകുന്ന കറണ്ട് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക, കറണ്ട് അങ്ങോട്ട് പോകാമെന്ന് അസ്യൂം ചെയ്തു. ഇവിടുത്തെ വോൾട്ടേജ് V2 ആണ്, ഇവിടെ V1 ആണ്. സോ V2 മൈനസ് V1 ഇൻറ്റു YC എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ സർക്യൂട്ടിൽ എന്ത് ചെയ്തു? KCL അപ്ലൈ ചെയ്തു. വളരെ സിമ്പിൾ. ഈ സർക്യൂട്ടിന് വൈ പാരാമീറ്റർ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും KCL നമ്മൾ എന്ത് ചെയ്തു? രണ്ട് നോഡുകളിൽ, ഈ നോഡ് ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? V1 ആണ്, ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? V2 ആണ്. ഈ രണ്ട് നോഡുകളിലും നമ്മൾ എന്ത് ചെയ്തു? KCL അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനും നമ്മുടെ വൈ പാരാമീറ്ററിൻ്റെ സർക്യൂട്ടിൻ്റെ വൈ പാരാമീറ്ററിൻ്റെ ഇക്വേഷനും കമ്പയർ ചെയ്യുക. V1ൻ്റെ കോഎഫിഷ്യൻ്റ് Y1. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ V1ൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് YA ഉണ്ട്. അതേപോലെ ഇവിടെ V1 ഇൻറ്റു YC എന്ന് പറയുന്ന ടേമുണ്ട്. അപ്പോൾ V1ൻ്റെ ടേമുകൾ ഒരുമിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V1ൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് YA പ്ലസ് YC കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇതും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Y11 ഈക്വൽ ടു എന്ത് കിട്ടും? YA പ്ലസ് YC എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷനിൽ V2ൻ്റെ കോഎഫിഷ്യൻ്റാണ് എന്ത്? Y12. ഇവിടെ നോക്കുക, V2 എവിടെയുള്ളത് നോക്കുക. V2 ഇവിടെ ഉണ്ട്. ഓക്കെ, ആ V2ൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് എന്ത് വരുന്നുണ്ട്? മൈനസ് YC വരുന്നുണ്ട്. അപ്പോൾ മൈനസ് YC, അപ്പോൾ Y12 ഈക്വൽ ടു എന്താണ്? മൈനസ് YC എന്ന് അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നാണ് Y21 കിട്ടുക, V1ൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ ഇതിൽ V1ൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. V1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? മൈനസ് YC ആണ്. സോ Y12ഉം Y21 എന്തായി? മൈനസ് YC ആയിട്ട് കിട്ടി. ഇനി Y22 കിട്ടണമെങ്കിൽ ഇതും നമ്മുടെ I2ൻ്റെ ഇക്വേഷനും കമ്പയർ ചെയ്യുക. V2ൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. V2ൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് ഇവിടെ ഒരു YB ഉണ്ട്, ഇവിടെ V2 വീണ്ടും വരുന്നുണ്ട്. V2ന് മൾട്ടിപ്ലൈ ചെയ്താൽ YCയും വരും. സോ YB പ്ലസ് YC വിൽ ബി ദ കോഎഫിഷ്യൻറ്റ്. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വൈ പാരാമീറ്റർ കണ്ടുപിടിക്കാം. ഈ മെത്തേഡ് നമുക്ക് വലിയ സർക്യൂട്ടുകളാണെങ്കിൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഇതേപോലെ തന്നെ കുറേ ഇക്വേഷൻസ് KCL എഴുതേണ്ടി വരും, KVL ഒക്കെ എഴുതിയിട്ട് നമുക്കതിന് ഇതേപോലെ ഫസ്റ്റത്തെ ഇക്വേഷൻ I1 ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു V1 പ്ലസ് സംതിങ് ഇൻറ്റു V2 ഫോമിലും I2 ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു V1 പ്ലസ് സംതിങ് ഇൻറ്റു V2 ഫോമിലും ആക്കി കഴിഞ്ഞാൽ ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. ഈ എല്ലാ മെത്തേഡും നിങ്ങൾക്ക് അറിയണം, പക്ഷേ രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആക്കരുത്. ഏതാണ് എളുപ്പം അത് പഠിക്കുക. ഏത് മെത്തേഡ് നിങ്ങൾ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, നോക്കുക.
ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ വൈ പാരാമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് മെത്തേഡും ഫോളോ ചെയ്യാം. ഓക്കെ, ജനറലി ആ ഇക്വേഷനിൽ നിന്ന് V2 = 0 ആക്കിയിട്ടുള്ള ഇക്വേഷൻ ആക്കാം, അല്ലെങ്കിൽ KCL അപ്ലൈ ചെയ്യാം. പിന്നെ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രോബ്ലത്തിൻ്റെ റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നേരത്തെ എന്താണ്, ഒരു പൈ നെറ്റ്വർക്കാണ്. പൈ നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൻ്റെ വൈ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഈ സർക്യൂട്ടിനെ പൈ ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയാവണം, ഇവിടെ ഒരു ഇമ്പിഡൻസ് വരണം, ഇമ്പിഡൻസോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ വരണം, ഇവിടെ റെസിസ്റ്റൻസ് വരണം, ഈ ഫോമിലേക്ക് ആക്കി മാറ്റാൻ പറ്റണം, ഇതേപോലെ ആക്കാൻ പറ്റണം. അതിന് നമുക്ക് സീരീസ് പാരലൽ കോമ്പിനേഷൻ്റെ റിസൾട്ടുകളോ അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ കൺവേർഷനോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. എന്താണ് ഇത്, ഈ ഇത്രയും ഭാഗം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സ്റ്റാറാണ്, അല്ലെങ്കിൽ ഈ 3 എണ്ണം ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ഡെൽറ്റയാണ്. ഇതിലേതാണോ നിങ്ങൾ ആദ്യം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് അത് ആദ്യം എടുക്കുക. പി സ്റ്റാറിന് ഞാൻ എന്ത് ചെയ്യുക, വേണമെങ്കിൽ എന്താക്കാം, ഡെൽറ്റ ആക്കാം. ഡെൽറ്റ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഈ സ്റ്റാറിൻ്റെ ഇവിടെ റെസിസ്റ്റൻസ് വരും, ഇവിടെ റെസിസ്റ്റൻസ് വരും, ഇവിടെ റെസിസ്റ്റൻസ് വരും. അപ്പോൾ ആ സ്റ്റാർ ആണ്ട പോകും. ഓക്കെ, ഈ സ്റ്റാർ പോയി കഴിഞ്ഞാലുള്ള സർക്യൂട്ട് എന്താ, എങ്ങനെ വരിക, ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരും, ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് അല്ലേ. ഈ 4 മാത്രം, ഇതും ഈ 1ഉം 2ഉം പോവും, പകരം ഇങ്ങനെ 3 റെസിസ്റ്റൻസുകൾ, ഒരു റെസിസ്റ്റൻസ് ഇവിടെ, ഒരു റെസിസ്റ്റൻസ് ഇവിടെ, ഒരു റെസിസ്റ്റൻസ് ഇവിടെ വരും. ഈ 4 മാറുന്നില്ല. ഓക്കെ, 4 അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ 4ഉം ഇവിടെ കിട്ടുന്ന റെസിസ്റ്റൻസും നമുക്ക് എന്താക്കാം, പാരലൽ കോമ്പിനേഷൻ്റെ റിസൾട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസും ഇവിടെ ഒരു റെസിസ്റ്റൻസും ഇവിടെ ഒരു റെസിസ്റ്റൻസും വരുന്ന പൈ നെറ്റ്വർക്ക് കിട്ടും. പൈ നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വൈ പാരാമീറ്റർ കാണാൻ എളുപ്പമാണ്. അപ്പോൾ കിട്ടിയ വാല്യൂ, സപ്പോസ് ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഇതൊരു 6 ഓം ആണ്, ഇത് 2 ഓം ആണ്, ഇത് 4 ഓം അല്ല ഒരു 6 ഓം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ Y11 എങ്ങനെ കാണുക, Y11 ഇപ്പോൾ കിട്ടിയിരിക്കുന്നതൊക്കെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസുകളാണ്. സോ Y11 കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അഡ്മിറ്റൻസും ആഡ് ചെയ്യണം. ഇവിടുത്തെ അഡ്മിറ്റൻസ് എന്താ, 1/2 ആണ്, പ്ലസ് 1/6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, Y11 കിട്ടും. Y12ഉം Y21ഉം ഈക്വൽ ആയിരിക്കും. അത് എന്തായിരിക്കും, മൈനസ് ഓഫ് ഇവിടുത്തെ YC എന്ന് പറയുന്നത് ഇവിടുത്തെ അഡ്മിറ്റൻസ് ആണ്. സോ മൈനസ് ഓഫ് 1/6 വിൽ ബി ദ Y12 ആൻഡ് Y21. ഓക്കെ, അതേപോലെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, Y22ഉം കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ദ easiest method to find the y parameter of any networks if it does not contain any dependent source ഇല്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, അത് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട് ആണെങ്കിലും വരും. ചിലപ്പോൾ ഇവിടെ വേറൊരു റെസിസ്റ്റൻസ് വരും. ഓക്കെ, അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റാറിനെ ഡെൽറ്റ ആക്കി കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് ആവും. അപ്പോൾ ഇത് രണ്ടും പാരലാവും. അപ്പോൾ ഒരു ഇഫക്റ്റീവ് സിംഗിൾ റെസിസ്റ്റൻസ് ആവും, ഇത് സിംഗിൾ റെസിസ്റ്റൻസ് ആവും. അപ്പോൾ വീണ്ടും അതെന്തായി, നമ്മുടെ പൈ ഫോമിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തിട്ട് വൈ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ അതേപോലെ KVL എഴുതിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡ് ഫോളോ ചെയ്തിട്ടും ഒക്കെ നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. വൈ പാരാമീറ്ററിൻ്റെ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്, ഇഫ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഡിപ്പെൻഡൻറ്റ് സോഴ്സുള്ള പ്രോബ്ലംസ് നമ്മൾ വേറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. I hope that all of you understood these topics. Thank you.